ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 കാൽപ്പാത്തി രഥോത്സവം തുടങ്ങിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? 10 ദിവസത്തെ രഥോത്സവ പരിപാടിയാണ് ഉള്ളത് കേട്ടോ. ഞങ്ങൾ പോയത് 12-ാം തീയതി ഉള്ള രഥോത്സവത്തിന് വൈകുന്നേരമാണ് കേട്ടോ പോയത്. 12-ാം തീയതി പോകാൻ കാരണമുണ്ട്. 12-ാം തീയതിയാണ് നന്ദമോൾ ഗോവ ടൂറ് പോയത്. അപ്പോൾ സ്വത്തുവിന് ഭയങ്കര വിഷമമായി. അപ്പോൾ വിഷമമായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നമുക്ക് കൽപ്പാത്തി രഥോത്സവത്തിന് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ബൈക്കിനാണ് പോയത് കേട്ടോ. ഞങ്ങൾക്ക് ബൈക്കിനൊക്കെ പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഓരോ കാഴ്ച സാധനങ്ങളൊക്കെ കണ്ട് 2 സൈഡും അഗ്രഹാരത്തിൻ്റെ നടുവിലൂടെ ഞങ്ങൾ നടന്ന് നീങ്ങിട്ടോ. 2 സൈഡും കച്ചവടക്കാർ നിറയെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ. നമുക്ക് ഓരോന്ന് കണ്ട് എത്തുമ്പോഴേക്കന്നെ ഭയങ്കര സമയമാവും. അത്രയും സാധനങ്ങൾ കച്ചവടക്കാർ ഓരോ വെറൈറ്റി സാധനങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്പലങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഉള്ളിലേക്ക് ഓരോ അമ്പലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങി അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് എന്നിട്ട് അങ്ങനെ ഓരോ കാഴ്ച വസ്തുക്കൾ കണ്ടപ്പോൾ സ്വത്തുൻ്റെ ആ ഒരു മനസ്സൊക്കെ മാറി. പിന്നെ ഞങ്ങൾ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ വേറൊരു അമ്പലത്തിൻ്റെ അവിടെ എത്തി. അങ്ങനെ നടന്നു പോണ വഴിക്ക് നിറയെ അമ്പലങ്ങളുണ്ട്. ഓരോ എന്താ പറയുക, സെൻട്രലായിട്ടൊക്കെ അമ്പലങ്ങളുണ്ട്. അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് നീങ്ങിട്ടോ. ഒരു പ്രാവശ്യം വന്നാൽ മതി, നമുക്ക് പിന്നെയും വരാൻ തോന്നും. അത്രയ്ക്ക് പ്രശസ്തമായ ഒരു അമ്പലങ്ങളാണ് ഈ കൽപ്പാത്തി. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങിട്ടോ. ഇതാണ്ടോ ആ അമ്പലത്തിൻ്റെ മുന്നിൽ കണ്ടോ ഒരു തേരിയിരിക്കുന്നത്. ഇതൊക്കെ വലിക്കാനുള്ള തേരുകളാണ് കേട്ടോ. ഇത് അലങ്കരിച്ചിട്ടില്ല, അലങ്കരിക്കുന്നതിൻ്റെ മുന്നേ കാണുമ്പോൾ എന്താ പറയുക, നമുക്ക് അതിൻ്റെ കൊത്തുപണികളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എങ്ങനെയുണ്ട്, എന്താണ് അതിൻ്റെ ഉള്ളിൽ, എങ്ങനെയാണത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവാനൊക്കെ. ഇത് അലങ്കരിച്ച് കഴിഞ്ഞാൽ ഇത് നിറയെ പൂക്കളും എന്താ പറയുക, വാഴക്കൊലയും തേങ്ങാക്കൊലയും വാഴയുടെ തണ്ട് അങ്ങനെ വെച്ചിട്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ടാവും ഈ തേര് അലങ്കരിക്കുന്നതിന് മുന്നേ ഉള്ളതാണ് അത് കാണിച്ചെന്ന് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ്ടോ എത്ര ഓരോരോ സൈസിലുള്ള ഫ്ലവറുകൾ, അങ്ങനെ ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ അമ്പലത്തിൽ കുളിച്ച് കൽപ്പാത്തി പുഴയിൽ കുളിച്ചിട്ട് അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞാൽ കാശി പോയതിന് തുല്യമാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അത്രയും ഒരു പ്രശസ്തമായ ഒരു അമ്പലമാണിത്. എത്രത്തോളം ഇതിനെ പറഞ്ഞാൽ അത്രത്തോളം പറയാൻ പറ്റാത്തത്രത്തോളം ഇതിനെക്കുറിച്ചുണ്ട്. നമുക്കൊരു 5 മിനിറ്റിൽ പറയാനുള്ളതൊന്നും അല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് 10 ദിവസമാണ് കേട്ടോ അവിടുത്തെ പരിപാടികൾ. 10 ദിവസമാണ്. അതിൽ ആദ്യത്തെ 4 ദിവസം സംഗീതോത്സവം അങ്ങനെ വിവിധ പരിപാടികളായിട്ട് നടക്കണം. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ 13, 14, 15 എന്നീ ദിവസങ്ങളിലാണ് പ്രധാന ദിവസങ്ങൾ. അതായത് തേര് വലിക്കുന്ന ദിവസം. ഈ തേരാണ് കേട്ടോ നാളെ ഉച്ചയ്ക്ക് വലിക്കുന്ന തേര്. ഇതാണ് ഏറ്റവും വലിയ തേര്. ഇത് പകുതി അലങ്കരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നാളെയും അലങ്കരിക്കുന്നുണ്ടാവും. അതുകൊണ്ടോ പൂവൊക്കെ മുകളിലൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. ഈ തേര് പങ്കെടുക്കുന്നതും അത്രയും പുണ്യമാണ്. നോലുമ്പൊക്കെ എടുത്തിട്ടാണ് തോന്നുന്നു തേര് വലിക്കലൊക്കെ. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മൾ ഇങ്ങനെ വരാറുണ്ട്, എല്ലാ കൊല്ലം വരാറുണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കാറില്ല. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ ലാഭത്തിലൂടെയാണ് ഇവിടുന്ന് പോവാറുള്ളൂ. ഇവിടുത്തെ ഈശ്വരന്മാർ അത്രയും അനുഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ കച്ചവടക്കാർ ഞങ്ങളിതിങ്ങനെ സംസാരിച്ചു കേട്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ സംസാരിച്ചു. ഞങ്ങൾക്കൊരു കാര്യം നഷ്ടം സംഭവിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് കണ്ടോ, സ്വത്തു ഈ പാത്രങ്ങൾ കണ്ടതും അവിടെ നിന്നു കേട്ടോ സ്വത്തുട്ടി. കാരണം എന്താ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ പാത്രങ്ങൾ, കുഞ്ഞു പാത്രങ്ങൾ കേട്ടോ. ഞങ്ങളിതുപോലെ അട്ടപ്പാടി മല്ലീശ്വരൻകാവ് പോയപ്പോൾ അവൾക്ക് നിറയെ പാത്രങ്ങൾ കൊടുന്നു കൊടുത്തിട്ടുണ്ട്. സ്റ്റൗവുകളും മണിക്കണ്ടമൊക്കെ. ആൾ ഇത്രയായി പറഞ്ഞിട്ടില്ല, ഇപ്പോഴും കളിക്കുന്ന പ്രായമാണ് കേട്ടോ. 8ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ അവൾ. അപ്പോൾ ഈ ഒരു കളിക്കോപ്പുകൾ കണ്ടതും അവിടെ നിന്നു. അവിടെ ഞങ്ങളൊരു 1/2-3 മണിക്കൂറോളം നിന്നു എന്ന് തന്നെ പറയുക. കാരണം അവിടെ ഓരോ സാധനങ്ങൾ, കുഞ്ഞു സാധനങ്ങൾ കണ്ടാലും മതി വരാത്ത അത്രയും സാധനങ്ങൾ കേട്ടോ. കണ്ടോ എല്ലാ സാധനം എന്താ പറയുക, ഇനി ഒന്നുമില്ല. അതുണ്ടോ എന്താ പറയുക, ചിരവ പാത്രങ്ങൾ, കുക്കർ, കുഴിയപ്പച്ചട്ടി, ദോശച്ചട്ടി, ആട്ടുകല്ല്, അരക്കല്ല്, അങ്ങനെ എല്ലാതും ഉണ്ട്. എല്ലാം പക്ഷേ ചെറിയ സാധനങ്ങളാണെന്ന് മാത്രം. ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ. അതിൽ കുറേ സാധനങ്ങളൊക്കെ സ്വത്തുമോൾ കുറേ വാങ്ങി നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അതാണ് നാരങ്ങ പിഴിയണത്. അതുപോലെ അതാണ്ടോ മിക്സി സൂപ്പർ മിക്സി.
ഇതുണ്ട് ഓരോ സാധനങ്ങൾ, ഓരോ അങ്ങനെ എന്താ പറയുക, അത് നിങ്ങൾ കുട്ടികളെ കൊണ്ട് പോയാൽ എന്തായാലും ഒന്ന് കാരണം കേട്ടോ. കുട്ടികൾ വാങ്ങാതെ പോരുകയില്ല. കൊട്ട, കയ്യിൽ സ്പൂണ്, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. സ്വത്ത് അവിടെ നിന്ന് അതിൽ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടാട്ടോ അവിടെ നിന്ന് പോകുന്നത്. നമ്മൾ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിന് പിന്നെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങി, നേരത്തെ വാങ്ങിയതിന് പുറമെ തിരിച്ച് വരുമ്പോഴും കുറേ സാധനം ഇതൊക്കെ പിടിക്കേണ്ടേ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് വാങ്ങി. പിന്നെ ഞാൻ കടയിലേക്കുള്ള വിൻഡോ ചെയിൻ ഉണ്ടോ, ആ വിൻഡോ ചെയിൻ ഞാനൊന്ന് വാങ്ങി. പിന്നെ ഒരു ഗണപതി വിഗ്രഹം വാങ്ങി. അങ്ങനെ വലിയ തേരിൻ്റെ അവിടെ നിന്ന് ഒരു പിക്ചറൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് മടങ്ങിയിട്ട്